നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടന്റെ വൃഷഭ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ്. അപ്പോൾ വൃഷഭയെ നമുക്കറിയാം, വൃഷഭയുടെ സംഭവങ്ങൾ നമുക്കറിയാം. കന്നഡ ഡയറക്ടറാണ് ആൻഡ് ഈ പടം ബില്ലിംഗിലായിട്ടാണ് ഷോട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ബില്ലിംഗിൽ എന്ന് പറയുന്ന സമയത്ത് മലയാളത്തിലും നമ്മൾ കന്നഡയിലല്ല പ്രതീക്ഷിക്കുക, പക്ഷെ അല്ല, മലയാളത്തിലും തെലുങ്കിലുമാണ്. പിന്നെ ഡബ്ഡ് ഇൻ കന്നഡ ആൻഡ് ഹിന്ദി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതെ. അപ്പോ എന്താ പറയാ, ഇതിനകത്ത് ലാലേട്ടൻ ഒഴികെ ബാക്കി ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല. എല്ലാം ഭയങ്കര പുതിയൊരു ഡിഫറെന്റ്, ഒരു വിയേർഡ് കോമ്പിനേഷൻ വേണമെങ്കിൽ പറയാം. എല്ലാം സാം CS ആണ് മ്യൂസിക്. അറ്റ്ലീസ്റ്റ് കുഴപ്പമില്ല, നമുക്ക് അറിയുന്ന പേരുള്ളത് ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ അറിയുന്നത് സാം CS ആണ്. അപ്പൊ ഇവൻ ഈ ഡയറക്ടറിനെയും ഓവറായിട്ട് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് പേര് നല്ലൊരു ഗുമ്മായിട്ടുണ്ട്. ഇതിനു മുന്നേ ഒരു ടീസർ എന്തോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ റിയാക്ട് ചെയ്തില്ല, പക്ഷെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാല് ഒരു പഴയ കാലത്തെയും പുതിയ കാലത്തെയും മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു സംഭവമാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ്, കാരണം രാജാവിന്റെ ലുക്കിലും വരുന്നുണ്ട് ലാലേട്ടൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തിലെ ഒരു മുടി മുറിച്ചിട്ടുള്ള ഒരു പുതിയ ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്കിലും വരുന്നുണ്ട്. രണ്ട് ലുക്കിലും വരുന്ന ഒരു ലാലേട്ടനാണ്. ആൻഡ് കഴിഞ്ഞ ടീച്ചർ ഇറങ്ങിയ സമയത്ത് അത്ര വലിയ റെസ്പോൺസ് ആയിരുന്നില്ല, പക്ഷെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പാട്ട്, അപ്പ എന്നിട്ടൊരു പാട്ട്, ഞാൻ ആ പാട്ട് കണ്ടില്ല, പക്ഷെ അതിന്റെ കമന്റ്സ് വായിച്ചു നോക്കിയപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അതൊരു സോൾഫുൾ സോങ്. പിന്നെ ഇമോഷൻസ് എന്തോ നന്നായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നി ഇതിന്റെ അകത്ത്. വെറുതെ ഒരു മാസ് പടമായിട്ട് തോന്നുന്നില്ല, അങ്ങനെയാണ് കമന്റ്സുകൾ വായിച്ചു. കാരണം പ്രത്യേകിച്ച് ലാലേട്ടനെ പടത്തിലെടുക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കാം. അല്ല, അതൊരു ഡെയറിങ് അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ തെലുഗുവില് അവിടെ ഒരേ സമയം എടുക്കുമ്പോഴും അവർക്ക് വേണമെങ്കിൽ വേറെ ഒരു ലീഡ് ആക്ടറെ വെച്ചെടുത്തൂടെ. അവിടുത്തെ ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് ലാലേട്ടനെ കൊണ്ടുപോയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോൾ ലാലേട്ടന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും റോൾ ആയിരിക്കാം, അല്ലേ? അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അപ്പൊ നമുക്ക് ബാക്കി കണ്ടുപോയിട്ട് യെസ് പറയാം. റെഡി? ലാലേട്ടൻ ഇപ്പൊ കുറെ അപ്ഡേറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബാബാ ഇത് പക്ഷെ ബാബാബാബയാണ് ഇതിനേക്കാളും കൂടുതൽ ഹൈപ്പ് ഉള്ളത്. തന്റെ സ്വപ്നങ്ങളിൽ ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. What you can't define, the brain denies. സ്കോർ നല്ല, അല്ലേ? ഇത് പുതിയ അല്ലേ? എന്റെ അപ്പയില്ലാതൊക്കെ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലുന്നത് പെട്ടെന്ന് മൗലിയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. അതുപോലെ സൈഡ് ആംഗിളിൽ വിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാത്ത വേദിയിൽ വെച്ചാണ്. കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് മറ്റേത് രാജ്യം ത്രൈത്വം അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളിൽ നിന്നെ അലട്ടുന്നത് നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. നല്ല സ്കോർ, ഫൈറ്റ് ഉണ്ട്. പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. ഇതില് കുറച്ചും കൂടി അല്ലേ ചെക്കൻ കൊള്ളാം. 25th ഇത് ക്രിസ്മസ് ആണ് റിലീസ്. അയ്യോ, നല്ല ഭംഗിയാ ചെക്കനെ കാണാനായിട്ട്. അതായത് ഒരു മഹേഷ് ബാബുന്റെ ഒക്കെ ഒരു യങ്ങർ വേർഷൻ പോലെ. ഞാൻ കുറെ നേരിട്ട് കാണിക്കാതെ ഇതെന്താ ഈ ചെക്കൻ വരെ അത് കാണിക്കാത്തത്? ലാലേട്ടനാണ് മെയിൻ, അതുകൊണ്ടാണ്. ലാലേട്ടനെ കണ്ടില്ല. എന്താ പറയാ, ഭയങ്കര എന്താ പറയാ, ആ ചെക്കൻ അത്രേ ഉണ്ടാവുള്ളൂ പ്രായം, കാണുമ്പോൾ അത്രേ ഉള്ളൂ, മീശയൊന്നും വന്നിട്ടില്ല. അപ്പൊ ഏകദേശം പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടന്റെ മകനായിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് എന്തോ ഒരു സംഭവം അവർ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു അച്ഛൻ മകൻ എന്തോ ഒരു സംഭവം ഉണ്ട്, ഒരു ബോണ്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സംഭവമായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ ഒരു കാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ സണ്ണിന് അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ആ മകനെ കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും ആള് ഭയങ്കര ഫിറ്റാണ്. അവൻ ഫിറ്റ്, ആ ഒരു ഹൈറ്റ്, എസ്പെഷ്യലി ഒരു കൃഷ്ണനൊക്കെ ആവാൻ പറ്റിയ ഒരു അങ്ങനത്തെ ഒരു സംഭവമില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ആ ഒരു ഏൻഷ്യൻ കഥകളും ഇതിനകത്ത് വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ആ ഒരു അറ്റയറൊക്കെ ഇടാൻ പറ്റുന്ന
ആളെയും കൂടി നോക്കിയിട്ടാണ് തോന്നുന്നു എടുത്തിരിക്കുന്നത്. ശരിക്കും മലയാളത്തിൽ നിന്ന് ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു തോന്നിയായിരുന്നു. അപ്പൊ മനസ്സിലാക്കണം ഇത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർക്കും കൂടി മനസ്സിലാവാനായിരിക്കും ഇങ്ങനെ എടുത്തത്. കാരണം ഏകദേശം രണ്ട് സ്ഥലത്തും ഉണ്ടല്ലോ. അതും കൂടി ആയിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഇതൊരു ഭംഗിയാ കാണാനായിട്ട്. ആളെനിക്ക് തോന്നുന്നു ചിലപ്പോ തെലുഗുവിലുള്ള ആളായിരിക്കാം. അതായത് രണ്ട് ഭാഗത്തുനിന്നും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ലാലേട്ടനാകുമ്പോൾ മലയാളം, അതുകൊണ്ടല്ലേ രണ്ട് സ്ഥലത്തും ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരിക്കലും മലയാളത്തിൽ ഡബ്ബല്ല, രണ്ട് സ്ഥലത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിപ്സിംഗിങ് അതാണ് കറക്റ്റ് വരുന്നത്. സൗണ്ടിൽ മാത്രമേ ഡബ് ഫീൽ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നത് ലാലേട്ടനെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഫോക്കസ് ഷോട്ട്സ് കുറച്ച് കുറവാണ്. ടീസറാണ്. അല്ല അതെന്തുകൊണ്ടാ അറിയാം സംഭവം? അതെന്തോടെ സംഭവം അറിയോ? ഈ ഒരേ സമയം രണ്ട് ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയുണ്ട്. ലിപ്സിംഗിന്റെ അല്ല, അത് പക്ഷെ റീമേക്ക്, അത് ഡബ്ബല്ല. ഇതെന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മള് നേരം മൂവിയൊക്കെ ചെയ്തിട്ടില്ലേ, അത് ഒരേ സമയം തമിഴും മലയാളത്തിലും ചെയ്താണ്. അപ്പൊ ചില ആക്ടേഴ്സിനെ മാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവരുടെ ചിലപ്പോൾ ഓവർ ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു ഇത് വരും. ലാലേട്ടന്റെ എന്ന് വെച്ചാൽ കറക്റ്റ് വരുമല്ലോ ലിപ്സിംഗ്, അതാണ് ലാലേട്ടൻ കാണിക്കുന്നത് കറക്റ്റ് ആയിട്ട്. മോനെയും കാണിക്കുന്നുണ്ട്. സംഭവം അതാണ്, മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ കുറച്ച് ദൂരത്ത് ഏതൊരു എന്തല്ല ശിവരായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തൊക്കെയോ ഒരു ഇമോഷൻസ് സാധനം ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട് കുറെ മറ്റേ എന്താ പറയാ, മറ്റേ കുട്ടിച്ചാതനല്ല, എന്തെന്നാ പഴയകാലത്തെ മറ്റേ പ്രേതത്തിനെ പോലത്തെ അരക്കില്ലേ, എന്തെന്നാ മറ്റേ ചെറുത്താനെ പോലത്തെ ഗിരിന്ന് അരക്കോ ഉണ്ട്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ KGF ആളുണ്ട്. ഞാൻ എവിടെയോ അല്ല, ആള് ആറാട്ടിൽ അടി മേടിക്കാൻ വരുന്ന അതേ സ്ഥലം അവിടെ അറിയോ. ആറാട്ടിലെ ലാലേട്ടനും വന്ന്, അത് കൂടാണ്ട് മറ്റേ വില്ലനും വന്നു. ആ മനുഷ്യൻ മറ്റേ മന്ത്രി അടികൊള്ളുന്നുണ്ട്, ആറാട്ടിൽ വന്ന് അടികൊള്ളുന്നില്ലേ? ആറാട്ടില് ഭയങ്കര മോശമായി. അല്ല, ആറാട്ടിൽ അടികൊള്ളാനായിട്ട് വരുന്നത് KGF നമ്മൾ അങ്ങേരെ അത്രയും ഭയങ്കര. പക്ഷെ എന്നാലും അടികൊണ്ട് ചാവുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഈ അവിടെ കുറച്ച് മാസം ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇവിടെ മാസം ആക്കുന്നതിന് മുന്നേ തീർന്ന ആള് ആറാട്ടിൽ വന്നപ്പോ ഏകദേശം ഇവിടെ ആറാട്ടിന്റെ ഒരു റിമൈൻഡർ. ഇനി ഡയറക്ടർ വിചാരിച്ച ആറാട്ട് ഭയങ്കര ഹിറ്റാന്ന് വിചാരിച്ചിട്ടാണോ? ഫൈറ്റ് ഒക്കെ ഇഷ്ടമായിരുന്നില്ല, ചിലപ്പോ അതായിരിക്കും. ആ സിനിമയിൽ ആകെ പോസിറ്റീവ് അതായിരുന്നു, ഫൈറ്റ്. എല്ലാ ഫൈറ്റും നല്ല രസമായിരുന്നു കാണിച്ചത്. കണ്ടിരിക്കാൻ ഒരു ആനച്ചന്തമുള്ള പടമാണ് ആറാട്ട്. അതായത് ഒരു മറ്റേ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വയലൻസ് ഒക്കെ ഉണ്ടിങ്ങനെ അതിന്റെ ഒരു എക്സ്ട്രീം വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഒരു കൂളായിട്ടൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ആറാട്ടില് സംഭവം വെച്ചാല് അവസാനമാണ് ഒന്ന് നന്നാക്കി എടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് വരുന്നൊരു സിനിമയായിരുന്നു. കാരണം അതിന്റെ നല്ല ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്കോർ നന്നായിരുന്നു, നല്ല വിഷ്വൽസ് ആയിരുന്നു, ഫ്രെയിംസ് ഒക്കെ പ്രത്യേകിച്ച് അല്ല വിഷ്വൽസിൽ ലാലേട്ടന്റെ ആ ഫൈറ്റ് സീൻ വരുന്ന ഫൈറ്റ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫി ഗംഭീരം. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവസാനത്തെ ആ ഒരു ഏജന്റ് എക്സ് ഒക്കെ വന്നില്ലേ, നമ്മൾ പറയില്ലേ മറ്റേ സദ്യയിലെല്ലാം കഴിച്ചു പായസം മറ്റേ പുകമണം അടിക്കുമ്പോ ഒരു ഫീൽ കിട്ടിയില്ല. അവസാനം പഴമല്ല, പുകമണം അടിച്ച് എങ്ങനെ ഉണ്ടാവും പായസത്തിന്? എല്ലാം നല്ല സദ്യ കഴിച്ചു. ഏകദേശം അതായിരുന്നു ഒരു സംഭവം. അതായത് എനിക്ക് അത്ര ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് നാടകീയതയൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നാടകീയതാന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും അവസാനം ആയപ്പോഴാണ് വേറൊരു എന്തൊക്കെയോ സംഭവം ഞാൻ ആക്ച്വലി മനസ്സിലായിരിക്കുന്നുണ്ടായിരുന്നു, ഇതൊരു ഡ്രാമ പോലെ കാണിച്ചതായിരിക്കണേ, ഇതൊരിക്കലും റിയൽ ആയിരിക്കരുതേ എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് റിയൽ ആയി പോയി അവിടെ. അപ്പൊ അതാണ് ആറാട്ടിന് ആ ഒരു ചീത്തപ്പേരുള്ളത്. ആറാട്ടുണ്ട് ആറാട്ടണ്ണൻ വരെ ഉണ്ടായി. പിന്നെ ഗുണമുണ്ടായത് വേറെ കാര്യം. അപ്പൊ ഇതും അത്യാവശ്യം കുഴപ്പമില്ല. കോസ്റ്റ്യൂം ചേരാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്, ചെറുതായിട്ട് ചേരാത്തൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഫുള്ളായിട്ട് മറ്റേ ലുക്കിൽ നല്ല രസമുണ്ട്. പുതിയ ലുക്കിൽ നല്ലതാണ്. പക്ഷെ മറ്റേ ഭയങ്കര ഒരു ചിലപ്പോൾ ലാലേട്ടന് ഫിസിക്കായിട്ട് ആ ഒരു കോസ്റ്റ്യൂം എനിക്കാണ് കുറച്ചുകൂടി ലൂസായിട്ട് കൊടുത്തിരുന്നെ കുറച്ച് നന്നായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, ഇവൻ ദോ ഓവറായിട്ട് മേലാട കൊടുക്കാണ്ട് കുറച്ച് ബോഡി കാണിക്കുന്ന രീതിയിൽ കൊടുത്തിരുന്നാലും നല്ലായിരിക്കും. മറ്റേതുപോലെ മലക്കോട്ട വാലിബിനൊക്കെ പോലെ നന്നായിരുന്നു. അതിൽ കുറച്ചും കൂടി ഒരു രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. അതെ. അപ്പോ ചരിത്ര കഥാപാത്രങ്ങൾ ലാലേട്ടന് യോജിക്കില്ല എന്നല്ല, പക്ഷെ അതിന് ഇപ്പൊ കായംകുളം കൊച്ചുണ്ണിയിലൊക്കെ ചെറിയൊരു, അതായത് അദ്ദേഹത്തിന്റെ, കാരണം എല്ലാവർക്കും ഒരു ഡിഫറെന്റ് ഫിസിക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിസിക്ക് വെച്ചിട്ടുള്ള ഒരു കോസ്റ്റ്യൂം അല്ലായിരുന്നോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മരക്കാറില് നല്ല സംഭവമായിരുന്നു. ഈവൻ കായംകുളം കൊച്ചുണ്ണിയാണ്. പക്ഷെ ഇത് ചിലതിനകത്തൊക്കെ ഭയങ്കര ഒരു രാജാപ്പട്ട ഫീൽ അടിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ചെറുതായിട്ട്. ഇനിയിപ്പോ അറിയില്ല, നമുക്ക് നോക്കാം. കാരണം ഒന്ന് പറയുന്നത് ഇമോഷൻ എന്നൊരു സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ കഥ
നല്ല രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അത് തോന്നുന്നു. വർക്കാവണം. അത് വർക്കായില്ലെങ്കിൽ കോമഡി ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണത്. എനിക്ക് അങ്ങനെ തോന്നിയേക്കണം. അതെന്താണോ അല്ലേ? അതായത് ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് മറ്റേ റീഇൻകാർണേഷനും പിന്നെ അതുപോലുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വർക്കാവണം. ഇപ്പോൾ ആ ഒരു ഇമോഷൻ ബോണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം ഇമോഷണൽ മാസ് ലാലേട്ടൻ നന്നായിട്ട് ചെയ്യും. അത് തുടരും തന്നെ മൂവി ആണെങ്കിലും ദൃശ്യം തന്നെയാണെങ്കിലും എല്ലാത്തിലും അത് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ മാസ് ഇതിലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് വരും. പക്ഷെ കിട്ടണം. മമ്മൂക്കേനെ എടുക്കായിരുന്നില്ല ഈ സിനിമയിൽ വേണ്ട, അങ്ങനെയല്ല. പക്ഷെ എന്നാലും എന്തായിരിക്കും ലാലേട്ടൻ എടുക്കാനുള്ള കാരണം? ഇമോഷൻ ചിലപ്പോൾ ആയിരിക്കും. ഇമോഷണൽ സീൻ നല്ലോണം ചെയ്യുന്നു, അഭിനയിക്കാനുണ്ടാവില്ല. വെറുതെ എനിക്ക് തോന്നുന്നു തല്ലൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. ആ കാണിക്കുന്നതൊക്കെ കുറച്ചേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇനി പുതിയ കാലമാണ് കൂടുതൽ പറയുന്നറിയില്ല. അയ്യോ, പുതിയ കാലം കുറച്ചധികം കാണിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതായത് പഴയ കാലം ഇച്ചിരി പോയിട്ട് കാണിച്ചിട്ട് പുതിയത് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ്. പക്ഷെ ഏകദേശം ഒരു പുരാണ സംഭവങ്ങളൊക്കെ എവിടെയോ നല്ലോണം അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു മലയാളം ആക്ടേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായെന്ന് തോന്നിയില്ല. ഇവിടെ ഇപ്പൊ ഹിറ്റായില്ലെങ്കിലും അവിടെ ഹിറ്റായ മതി. അവിടെ ഇതൊക്കെ പോയിരിക്കും. അല്ല, കാരണം അറിയോ, ഞാൻ തെലുഗുവിന്റെ അടിയിൽ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, മോഹൻലാൽ ഗാരു ഫാൻസ് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര റെസ്പെക്ട് ആണ് ലാലേട്ടനെ. പ്രത്യേകിച്ച് മറ്റേ ഈ ജനതാ ഗ്യാരേജും പുലിമുരുകനൊക്കെ അവിടെ ഭയങ്കര ഹിറ്റ് അല്ലേ. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് പറയാ അടുത്ത വീഡിയോയിൽ കാണാം. Bye.